ശരി, ശ്രീ എൻ സുഭാഷ് ബാബു, ഇവിടെ ശ്രീ ഹാഷിം അരിയിൽ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ടായല്ലോ. അതായത് ഈ ഇൻക്വസ്റ്റ് നടപടിയും പോസ്റ്റ്മോർട്ടവും ഒക്കെ വിമർശനാത്മകമാക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അതൊരു പുകമറ സൃഷ്ടിക്കുന്നതാണ്. പാലിക്കേണ്ടതായ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട്. അതിൽ വീഡിയോ റെക്കോർഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ എല്ലാം കുടുംബം അതെല്ലാം നിഷേധിക്കുകയാണ്. അത്തരത്തിലാണോ ഇത്തരം ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെടുന്ന വ്യക്തികളുടെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടാകുന്നത്? ശ്രീ സുഭാഷ് ബാബു. അല്ല, ഇൻക്വസ്റ്റ് സാധാരണ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളില്ലാത്ത ആരെങ്കിലും ഒരു സ്ത്രീ ആയാലും സ്ത്രീയാണ് പ്രത്യേകിച്ചും ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അവരുടെ ബന്ധുക്കൾ അധിക താമസമില്ലാതെ സ്ഥലത്തെത്തും എന്ന് ബോധ്യമുള്ളെങ്കിൽ അവരെ സ്ഥലത്ത് കൊണ്ടുവരാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിരിക്കണം. സ്വീകരിച്ചതിന് ശേഷം അവർ വന്നതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടത്താൻ പാടുള്ളൂ എന്ന് വ്യക്തമായ നിയമ സംവിധാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് പോലീസിനെ സംബന്ധിച്ചാൽ പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇവരെ വിളിക്കുക, ഇവർ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വരാനുള്ള സമയമെടുക്കും. ആ സമയമെടുക്കുന്നത് വരെ അവരെ കാത്തിരിക്കേണ്ടതായിരുന്നു. അത് ഇല്ലാതെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ദുരൂഹത എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അല്ലെ അവർ വരില്ല എന്നും അവരെ ആരാണെന്ന് അറിയാതിരിക്കുന്ന സാഹചര്യത്തിലും വേണമെങ്കിൽ അത് ഇൻക്വസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ അവർ വന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതിന് ശേഷമുള്ള നടപടികൾ അവരുമായി ആലോചിച്ച് അവർക്കൂടെ താല്പര്യം, താല്പര്യമല്ല, അവർക്കൂടെ വിശ്വാസമുള്ള, താല്പര്യം നോക്കേണ്ട കാര്യമില്ല, വിശ്വാസമുള്ള രീതിയിൽ അനന്തരമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ മുഴുവൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുക്കുകയും ചെയ്യണം, ശവം മറവ് ചെയ്യുന്നത് വരെ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ശവം മറവ് ചെയ്യുന്നതിന് പകരം അത് നമ്മൾ ബേൺ ചെയ്യാണ്, കത്തിച്ച് കളയാണ് ചെയ്തത്. കത്തിച്ച് കളഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറയുക, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും മാത്രം ആശ്രയിച്ച് വേണം ഇനിയും ഏതെങ്കിലും രീതിയിൽ ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ, അതായത് കൊലപാതകമാണെന്ന് ആരെങ്കിലും സംശയിക്കുന്നുണ്ട് അവിടത്തേക്ക് എത്തണമെങ്കിൽ ഇത് രണ്ടും ആശ്രയിച്ച് മാത്രമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അതല്ല എങ്കിൽ ഇതിനകത്ത് വ്യക്തമായ രീതിയിൽ ഇതിനകത്ത് വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോഗ്രാഫ് പരിശോധിച്ച് നോക്കിയതിന് ശേഷം എവിടെയാണ് വീഴ്ച വരുത്തിയത് എന്ന് അത് വരാനുള്ള സാധ്യതയില്ല. അത് കണ്ടുപിടിച്ചതിന് ശേഷം ഡോക്ടറുടെ ഭാഗത്ത് ഏതെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വീഡിയോഗ്രാഫ് ശരിയായ രീതിയിലല്ല ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ദുരൂഹത എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അത് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ടാണ് അതിനകത്ത് ഏത് രീതിയിലുള്ള സംശയാസ്പദ സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇതിന് വിപരീതമായിട്ട് ചെയ്യാൻ പാടില്ല എന്ന് ക്ലിപ്തമായ നിർദ്ദേശം ഇരിക്കുമ്പോൾ അതിന് വിപരീതമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംശയാസ്പദമായ സാഹചര്യമാണ്. ഇനി ഇതിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇനി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം PP ദേവിയുടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഫോണേ ഉള്ളൂ, 2 ഫോൺ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിളിക്കുന്ന ഫോൺ വേറെ ഒരെണ്ണമുണ്ട്. ആ ഫോൺ അവർ കൊടുത്തിട്ടില്ല, അത് പോലീസ് എടുത്തിട്ടുമില്ല. അപ്പോൾ ആ ഫോണിലായിരിക്കും ഇതേമാതിരിയുള്ള രഹസ്യാത്മക സ്വഭാവത്തിലുള്ള ബന്ധപ്പെടലുകളും അതേമാതിരിയൊക്കെ നടന്നിട്ടുള്ളത്. അപ്പം മെസ്സേജുകളായാലും ശരി, ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, സ്വകാര്യം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതിനകത്തിലായിരിക്കും. അപ്പോൾ ഇതിലെ കൊണ്ട് അതിനകത്തുള്ള ആ കാര്യങ്ങളും അതുപോലെ തന്നെ കളക്ടറെ സംബന്ധിച്ചുള്ള എത്രമാത്രം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, നവീൻ ബാബു ഇവരും സംബന്ധിച്ച് അതൊക്കെ എത്ര സംസാരിച്ചിട്ടുണ്ട്, ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം ഇവരോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതിനിയും രണ്ടാമത് റിട്രൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്ര കാലമേ ആയിട്ടുള്ളൂ. എന്തായാലും ശരി, ഇപ്പോൾ റെക്കോർഡിംഗ് സിസ്റ്റമൊക്കെ പണ്ടതില്ലായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് ഇതിൻ്റെ സെൻട്രൽ റെക്കോർഡിംഗ് സംവിധാനങ്ങളുണ്ട് എല്ലാ നമ്മുടെ ഈ ഫോൺ സർവീസ് ദാതാക്കളുടെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ എടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അത് സെൻട്രൽ ഏജൻസി വിചാരിച്ച് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതോട് കൂടിയിട്ട് കുറേ അധികം ദുരൂഹതകൾ, എന്തായാലും ശരി, ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ആ പണം കൊടുത്തുവെന്നും പണം കൊടുക്കാൻ ബന്ധപ്പെട്ടിരുന്നുവെന്നും അതുപോലെ തന്നെ അത് ഞാൻ എങ്ങനെയാണ് ആ പണം സമ്പാദിച്ച് കൊടുത്തത് എന്ന് പറയുന്നതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതയുണ്ട്. അതുകൊണ്ടാണ് സംശയാസ്പദമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായെന്ന് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ആ സംശയാസ്പദമായ സാഹചര്യങ്ങൾ മാറ്റപ്പെടാൻ പുതിയൊരു അന്വേഷണം എന്തായാലും ശരിക്കും. പക്ഷേ എവിടെ ഇത് കൊലപാതകമാണോ ഇല്ലയോ എന്നുള്ള കണ്ടുപിടിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിൻ്റെ പരിണിത ഫലം എന്ത് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് നമുക്കിപ്പോൾ മുൻവിധിയോടുകൂടി പറയാൻ പറ്റില്ല. എന്തായാലും സാഹചര്യങ്ങൾ കൊടുത്തുള്ള വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ CBI അന്വേഷണം വന്നാൽ, അത് ഞാൻ അടിവരയിട്ട് പറയുന്നത്, വന്നാൽ
നടന്നു എന്ന് വന്നേക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ.